പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ചിൽഡ്രൻസ് പാർക്ക് ഈ കഥ കേൾക്കൂ. ചില്ലാരിക്കാട്ടിൽ പുതിയതായി ആരംഭിച്ച ചിൽഡ്രൻസ് പാർക്ക് മൃഗക്കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായി. പുതിയ പാർക്ക് വന്നത് മുതിർന്നവർക്കും വലിയ അനുഗ്രഹമായി. കുട്ടികൾ വാശി പിടിക്കാതെ അവധി ദിവസം ചെലവഴിക്കാൻ അവിടെ കൊണ്ടുപോയാൽ മതി. മുയൽക്കുട്ടന്മാരും അണ്ണാൻകുട്ടന്മാരും മത്സരിച്ച് ഊഞ്ഞാലാടി. കുട്ടിക്കുരങ്ങന്മാരും കരടിക്കുട്ടന്മാരും പാർക്കിലെ മരങ്ങളിൽ ഓടിക്കയറി കമ്പിൽ തൂങ്ങിയാടി രസിച്ചു. മാൻകുട്ടികളും കുതിരക്കുട്ടികളും ഓടിക്കളിച്ചു. ആനക്കുട്ടനും അവർക്കൊപ്പം കൂടി. എന്തൊരു രസമാണീ പാർക്കിൽ കൂട്ടർക്കൊപ്പം കളിയാടാൻ, ഊഞ്ഞാലാടാം ചാടാം മറിയാം ഓടിത്തൊട്ടു കളിച്ചിടാം. അവർ ഉത്സാഹത്തോടെ ആടിപ്പാടി കളിച്ചു. ആ സമയത്ത് സൂത്രക്കാരനായ ചീരൻ കുറുക്കൻ അവിടെ എത്തി. നിമിഷ നേരം കൊണ്ട് മുയലുകളും മാനുകളും അണ്ണാന്മാരും കുരങ്ങന്മാരും സ്ഥലം കാലിയാക്കി. ചിലർ മരത്തിനു മുകളിൽ ചാടിക്കയറി, മറ്റു ചിലർ പൊത്തുകളിൽ ഒളിക്കുകയാണ് ചെയ്തത്. വേഗത്തിൽ ഓടാൻ ബുദ്ധിമുട്ടുള്ള ലല്ലു മുയൽക്കുട്ടൻ പ്രതിമ പോലെ അനങ്ങാതെ നിന്നു. ഒറ്റ നോട്ടത്തിൽ പാർക്കിൽ സ്ഥാപിച്ച ഒരു പ്രതിമയാണെന്ന് തന്നെ തോന്നും. തൊട്ടപ്പുറത്ത് ആനക്കുട്ടനും ഉണ്ടായിരുന്നു. ആനക്കുട്ടനും പ്രതിമ പോലെ നിന്നു. കുറുക്കച്ചൻ നോക്കുമ്പോൾ പാർക്കിൽ നിറയെ കളിപ്പാട്ടങ്ങൾ, 2 3 മൃഗപ്രതിമകൾ, ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുയൽ പ്രതിമ ബലമായി പിടിച്ചു കുലുക്കി. മുയൽക്കുട്ടൻ അനങ്ങിയില്ല. ദേ, ഒരാനപ്രതിമ! എന്തൊരു വലിയ പ്രതിമയാണ്! ഈ പ്രതിമയ്ക്ക് മുകളിൽ കയറിയാലോ? കുറുക്കന് ആശ തോന്നി. മറ്റു മൃഗങ്ങൾ ഒന്നും പറഞ്ഞില്ല. പ്രതിമയെന്ന് കരുതി വികൃതി കുറുക്കൻ ആനപ്പുറത്ത് വലിഞ്ഞു കയറി. ആനച്ചേട്ടൻ കുറുക്കച്ചനെ കുലുക്കി താഴെ വീഴ്ത്താൻ ശ്രമിച്ചു. കുറുക്കച്ചനെ അള്ളിപ്പിടിച്ചിരുന്നു. ആനയ്ക്ക് ദേഷ്യം വന്നു. കൊമ്പൻ വികൃതി കുറുക്കനെ തുമ്പിക്കൈയിൽ ചുരുട്ടിയെടുത്തു. എന്നിട്ട് വട്ടം കറക്കി ദൂരേക്ക് എറിഞ്ഞു. മൃഗക്കുട്ടികൾക്ക് സന്തോഷമായി. കുറുക്കച്ചൻ്റെ ശല്യം ഒഴിവായപ്പോൾ അവർ വീണ്ടും കളികളിൽ മുഴുകി.